ഹായ് ഗായ്സ്, നമ്മളപ്പോൾ ചെന്നൈയിലേക്ക് പോവുകയാണ്. ഇനി വിശേഷങ്ങളൊക്കെ ചെന്നൈയിൽ. ഗായ്സ്, അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ കേസ് പഠിത്തത്തിന് പോവാണ് ഗായ്സ്. നാളെ ചെന്നൈയിൽ ഈ സമയത്ത് നമ്മൾ തിരിക്കുകയായിരിക്കും. ചിലപ്പോൾ 3:24 ഇപ്പോൾ 5 മണിയാകുമ്പോഴത്തേക്ക് നമുക്ക് ഒക്കെ റെഡിയാക്കിയിട്ട് അബേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മറ്റേ ഐ ഹോസ്പിറ്റൽ, അബേറ്റിൻ്റെ ഐ ഹോസ്പിറ്റലിൻ്റെ മുന്നിൽ, പെരിന്തൽമണ്ണ ഐ ഹോസ്പിറ്റലിൻ്റെ മുന്നിൽ നമുക്ക് എത്തണം. അവിടെ നിന്നാണ് ബസ് കയറുന്നത്. 5:30 ആകുമ്പോഴത്തേക്ക് നമുക്ക് അവിടെ എത്തണം. 2 കൂട്ടം ഡ്രസ്സ് മതിയായി വിളിക്കും. ഒരു ദിവസം സ്റ്റേ ഒന്നും ഇല്ലല്ലോ. രാവിലെ ഫ്രഷപ്പ്, പിന്നെ മഹാബലിപുരം ടെമ്പിൾ എത്ര നേരം കിട്ടും നമുക്കറിയില്ല. ആൻഡ് അത് കഴിഞ്ഞതിന് ശേഷം നേരെ ഓട്ടിസ്റ്റിക് സ്കൂളിലേക്ക് പോവാണ്. ദെൻ കേസ് സ്റ്റഡി. നല്ല പണിയാണ് ഗൈസ്. പോയി വന്നു കഴിഞ്ഞാലും പണിയായിരിക്കും. സോ ഞാനൊന്ന് റെഡി ആയിട്ട് 1.5 മണിക്കൂറെങ്കിലും ഉറങ്ങാൻ പറ്റുമോ നോക്കട്ടെ. നവീൻ വരും, നവീൻ്റെ ഒപ്പം പോകാനാണ് പ്ലാൻ. അപ്പോൾ നമുക്ക് അവിടെ എത്തിയിട്ടെങ്കിൽ ബാക്കി കാര്യങ്ങൾ, അല്ലെങ്കിൽ നവീൻ വന്നിട്ട് നോക്കാം. ഓക്കെ, എല്ലാവരും പോകാൻ റെഡി ഉണ്ട്. ഇവിടുന്ന് കയറും, പിന്നെ നേരെ മഹാബലിപുരം. ഫസ്റ്റ് സ്റ്റോപ്പ് മഹാബലിപുരം. ടീം ഡീറ്റെയിൽഡ് ആയിട്ട് നാളെ കാണാം. യെസ് ഗൈസ്, അവിടെ ബസ് ഗ്രേസ് ഹോളിഡേസിന്റെ അല്ലേ? കറങ്ങി വരുമല്ലോ. അതാണ് ഗ്രേസ് ഹോളിഡേനെ ഗൈസ്. ഇപ്പൊ നമ്മളെ പാസ് ചെയ്ത് പോണ ബസ്സാണ് നമ്മൾ പോണ ബസ്. ഇത് തിരിഞ്ഞു വരും. ഇവിടുന്ന് തിരിക്കാനുള്ള സ്ഥലം ഉണ്ടോന്ന് അറിയില്ല. അപ്പൊ നമ്മള് ക്രോസ് ചെയ്യാണ്, അപ്പുറത്ത് പോകാം. ബസ്സിന്റെ ഉള്ളിൽ കയറിയിട്ട് കാണാം. ബൈ ബൈ ഗൈസ്. ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടിയുള്ള ബസ്സാണ്. 22 ആൾക്കുള്ള ബസ്സാണ് ഗൈസ്. ഇതിൽ കയറി കഴിഞ്ഞാൽ കടന്നു പോവാ. എന്തൊരു സ്ഥലം പിടിക്കുന്നു വേണ്ട, കടന്നു പോകാനുള്ള സ്ഥലം ഉണ്ട് ഇതിന്റെ ഉള്ളില്. അയ്യോ, അപ്പൊ ബസ്സിനുള്ളിൽ ബൈ ബൈ കയറും ഗൈസ്. നല്ല അത്യാവശ്യം സ്ഥലമുണ്ട്, വിശാലായിട്ട്. 22 ആൾക്കാർക്ക് ഇത്രയും വലിയ ബസ്. അപ്പൊ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാ. ഓപ്പൺ ഗ്രിൽസിൽ നമ്മൾ ഫുഡ് കഴിക്കാൻ ഇറങ്ങിയതാണ്. എന്താ കഴിക്കണമെന്ന് നമുക്ക് അറിയത്തില്ല. ഇന്റീരിയർ സീനില്ലേ? ഇന്റീരിയർ അങ്ങനെ ഉണ്ട്. ഇന്റീരിയർ നൈസായില്ലേ? പുറത്തുനിന്ന് കാണുന്ന പോലെയല്ല, ഉള്ളിൽ കയറിയപ്പോ സീ. This is പാലക്കാട് ടൗൺ. മിച്ചു ബാക്കി പറഞ്ഞു കൊടുക്കും. എന്തൊക്കെയോ ഓള് പറയുന്നു. ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു? അതെ, വയറ് നിറഞ്ഞു ഗൈസ്. അയ്യോ, ഫ്ലാഷ് ഓൺ ആക്കാതെ തന്നെ കാണൂല ഗൈസ്. ഫുഡ് കഴിച്ചു വയറ് നിറഞ്ഞിരിക്കുകയാണ്. നേരെ പാലക്കാട്. അതിൻ്റെ ഇടയിൽ കുറച്ച് തുള്ളലൊക്കെ ഉണ്ടാവും. ആൻഡ് കോപ്പി റൈറ്റ് ഉള്ളതുകൊണ്ട് നമുക്കിത് പാട്ട് കൊടുക്കാൻ ഇടാൻ പറ്റില്ല. ജസ്റ്റ് അവിടെ ഇവിടെ ഒക്കെ കാണിച്ചു തരാം. ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു? നമ്മള് പാലക്കാടൻ ബിരിയാണി കഴിച്ചു. വയറടി, ഒരു മുട്ട, 2 ചിക്കൻ പീസ്. രണ്ടാളും ഒരു ഫ്രൈഡ് റൈസ്. വയററിയണ്ടേ? അപ്പോ നാളെ മഹാബലിപുരത്ത് എത്തിയിട്ട് കാണാം അല്ലേ? നമ്മൾ രാവിലെ മഹാബലിപുരത്ത് എത്തി. ചെറിയ സംഭവ വികാസങ്ങളുണ്ടായി, ഞാൻ ഷോർട്ട് വീഡിയോയിലിടാം. ആൻഡ് ഫ്രഷപ്പായി ഫുഡ് കഴിക്കാൻ പോവാം. ഗീ റോസ്റ്റ് ഓർഡർ ചെയ്ത് 5 കോഫിയും 6 ഗീ റോസ്റ്റ് നമ്മൾ ഓർഡർ ചെയ്തു. മോട്ടൽ ഉണ്ടാവില്ല. ഉണ്ടാവുന്നു. ഹോട്ടൽ എന്ന് പറഞ്ഞാൽ അങ്ങനെയത്തെ
അപ്പോ ഒന്നും അറിയില്ല, എക്സ്പ്ലോർ ചെയ്യല്ലോ നമ്മള്. ഇനി ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ മഹാബലി സീഷോർ ടെമ്പിളിലേക്ക് പോകും. മഹാബലി സീഷോർ അതിൻ്റെടാ മഹാബലി സീഷോർ ടെമ്പിളിലേക്ക് പോകും. ഇവിടെ നിന്ന് നടക്കാനുള്ള ദൂരാന്നൊക്കെ കേട്ടെ. പോയേക്കാം. ഫസ്റ്റത്തെ ലൊക്കേഷൻ നമ്മളെത്തി സീഷോർ ടെമ്പിൾ. അത്യാവശ്യം കുറച്ച് നേരം കൂടി ടൈം കിട്ടിയെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ കാണാൻ മാത്രം ഉണ്ട് ഇവിടെ. പക്ഷേ നമുക്ക് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. നേരെ സമയങ്ങളെയാണ് നമ്മൾ ഒട്ടിച്ച് സ്കൂളിലേക്ക് പോവുകയാണ്. നമ്മൾ സങ്കല്പ് ഈ റോഡ് അങ്ങനെ പോയാലാണ് തോന്നുന്നത്. സങ്കല്പ് ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. എല്ലാവരും ഉണ്ട്. ഇനി ഉള്ളിൽ കയറുന്നു, അളവെടുക്കുന്നു, കാര്യങ്ങളൊക്കെ പഠിക്കുന്നു. ഓക്കെ, വിചാരിച്ച പോലെ ആയിരുന്നില്ല ഗൈസ്. അതിൻ്റെ ഉള്ളിൽ പോയാൽ നമുക്ക് അങ്ങനെ വീഡിയോ എടുക്കാനുള്ള പെർമിഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. സ്റ്റുഡൻസിൻ്റെ ഒരു ഫോട്ടോയോ വീഡിയോ പോലും നമുക്ക് എടുക്കാനുള്ള പെർമിഷൻ ഉണ്ടായിരുന്നില്ല. ഒരു കാര്യം മനസ്സിലാവും, ഇങ്ങനത്തെ സ്പേസ് കൊടുക്കുക പറഞ്ഞാൽ അത്ര സിമ്പിളായിട്ടുള്ള പരിപാടിയല്ല. ഫുഡ് കിട്ടാൻ കുറച്ച് ലേറ്റായി. നല്ല രീതിയിൽ കുഴങ്ങിയിരുന്നു. വെള്ളം നമുക്ക് അവിടെ അറിയില്ലായിരുന്നു. ഒച്ചയും ബഹളമൊക്കെ നിങ്ങൾക്ക് കേൾക്കാം. പറ്റുന്ന രീതിയിൽ വീഡിയോ എടുത്തു. 1:30 വാച്ചിൽ അലാറം അടിക്കുമ്പോൾ ഞാൻ ഫുഡ് കഴിക്കണം. 2 മണി വിശന്നിട്ട് എനിക്ക് വിശന്നിട്ട് കണ്ണ് കാണില്ല. പണികളൊക്കെ നിർത്തി വെച്ചിട്ട് ഫുഡ് കഴിക്കാതെ രാവിലെ കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് ഞങ്ങൾക്ക് വെള്ളം കിട്ടണത്. 3 മണിക്കൂറിന് ശേഷമാണ് വെള്ളം കുടിക്കുന്നത്. കുഴങ്ങി. നമുക്ക് സെക്ഷനൊക്കെ വരക്കണ്ടേ? പിന്നെ അവരോട് കട്ടി തരാൻ അപ്പൊ ഫുഡ് കഴിക്കുമ്പോ കാണാം. പറയേ കംപ്ലീറ്റ് ആക്കി. ഉച്ചക്ക് എല്ലാരും വട്ടത്തിൽ ഫുഡ് കഴിക്കാം. ഏകദേശം ഇപ്പൊ വൈകുന്നേരമായി. കോളേജ് വിട്ട് നല്ല അഭിപ്രായം. അളവെടുത്ത് കഴിഞ്ഞു. കാല് പോവാനായി. പരിപാടി ഒന്നും കഴിഞ്ഞിട്ടില്ല. അമ്മയിലും പക്ഷെ ചത്ത് അളവെടുത്ത് ഒരു പരിവായി. നാളെ ബസ്സിന്ന് എന്താ പറയണ്ട അറിയില്ല. അങ്ങനെ ഇവിടുത്തെ പഠിത്തം കഴിഞ്ഞ് 2 ആൾക്കാർ വരുന്നുണ്ട്. ആൻഡ് എല്ലാവരും പോവാൻ വേണ്ടി നിൽക്കുകയാണ്. ആൻഡ് ഇനി നേരെ വീട്ടിലേക്ക് പോവാം. വീട്ടിലെത്തിയിട്ട് കുറേ കാര്യങ്ങൾ പറയാണ്ടൊക്കെ. നമ്മൾ പമ്പിൽ എവിടെയാ സ്ഥലം എന്നറിയില്ല. നമ്മൾ പമ്പിൽ നിർത്തിയതാണ്. ഇവിടുന്നാണ് നമ്മൾ ഫുഡ് കഴിക്കുന്നത് എന്തായാലും. ആൻഡ് നമ്മുടെ ട്രിപ്പ് ഏകദേശം എൻഡ് ചെയ്യാനായിട്ടുണ്ട്. സോ നമ്മൾ ഫുഡ് കഴിക്കുന്നു, കുറച്ച് ഡാൻസും വൈബ്. നാളെ രാവിലെ വീട്ടിലെത്തും. ആൻഡ് കുറേയൊക്കെ ശ്രമിച്ചു. അവിടെ നമുക്ക് കുറച്ച് ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ആൻഡ് ബാക്കി കുറച്ച് കാര്യങ്ങൾ പറയാണ്ട്. നോക്കൂ, നമ്മൾ റീൽ നിൽക്കാണ്. സാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഫസ്റ്റ് ടൈക്കിന് പോവാണ് നമ്മള്. ഇവിടുന്ന് അങ്ങോട്ട് മ്യൂട്ടാക്കാൻ കാരണം വേറെ ഒന്നല്ല, കോപ്പിറൈറ്റ് അടിക്കുക എന്തായാലും സോങ്ങിന്. സോ മ്യൂസിക് ഒഴിവാക്കിയതാണ്. ഇതിൻ്റെ BTS ആണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ആദ്യത്തെ ഇത് 3-ാമത്തെ 4-ാമത്തെ ടേക്കാണ്. ഞാൻ പറഞ്ഞ പോലെ വലിയ ബസ്സും കുറച്ച് ആൾക്കാരായതുകൊണ്ട് കുറച്ച് സിമ്പിളായിരുന്നു പരിപാടിയും കാര്യങ്ങളൊക്കെ. ഫണ്ണായിരുന്നു. ഇന്ന് രാത്രി മെയിനായിട്ട് തുള്ളിക്കളിയൊന്നും ഉണ്ടായിരുന്നില്ല. ഏകദേശം എല്ലാവരും ക്ഷീണിച്ചായിരുന്നു. രാവിലെ മുതൽ വൈകുന്നേരം പണിക്കായിരുന്നില്ലേ. അതുകൊണ്ട് പിന്നെ ഞാൻ ലൈറ്റും നമുക്ക് ഓണാക്കി എല്ലാവരും ഒന്ന് മൂടാക്കി സംഭവം വീഡിയോ എടുത്ത്. ഇതിൻ്റെ ഫുൾ വീഡിയോ നിങ്ങൾക്ക് യൂട്യൂബിലും കാണാം, എൻ്റെ ഇൻസ്റ്റാഗ്രാമിലും ഉണ്ടാവും. ഒന്ന് ചെക്കൗട്ട് ചെയ്യുക. ആൻഡ് ഫണ്ണായിരുന്നു. നമ്മൾ ലാസ്റ്റ് ടേക്ക് എടുത്ത വീഡിയോ അവിടെ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്താ ഔട്ട്? എന്താ ഹാപ്പിയാണോ എല്ലാവരും?
നോക്കട്ടെ, ചിലപ്പോൾ ഒരു ടേക്കും കൂടി എടുക്കേണ്ടി വരും. സോ വീഡിയോ ഇപ്പോൾ വരില്ല, 2 ദിവസം കൊണ്ട് വരും. 8 മണി പത്തും അബേത്തെ ഹോസ്പിറ്റലിൻ്റെ അവിടെ തന്നെ എത്തുക. അവിടുന്ന് നമ്മൾ നേരെ വിടും. നമ്മളെ നാട്ടില് എത്തിയിട്ടുണ്ട്. ആൻഡ് കേസ് കണ്ടെന്ന് വെച്ചാൽ കേസ് സ്റ്റഡി വരെ നോക്കുമ്പോൾ നമ്മളെ പരിപാടി മൊത്തത്തിൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല, കവെടുക്കലും കാര്യങ്ങളൊക്കെ. ആൻഡ് ട്രിപ്പ് അടിപൊളിയായിരുന്നു. എസ്പെഷ്യലി നമ്മള് കഴിഞ്ഞ പ്രാവശ്യത്തെ ഹൈദരാബാദ് പോയപ്പോൾ നമ്മൾ റീലെടുത്തത് കുറച്ച് ഡിലേ ആയിരുന്നു. കുറെ ആൾക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പ്രാവശ്യം വലിയ ബസ് കുറച്ച് ആൾക്കാരുള്ളതുകൊണ്ട് അതിന്റെ അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു. പിന്നെ ടീച്ചേഴ്സൊക്കെ നല്ല സപ്പോർട്ട് ആയതുകൊണ്ട് അടിപൊളിയായിട്ട് നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്തു. ഇനി വീട്ടിൽ പോകണം, ഫ്രഷ് ആവണം, ഒന്ന് കടന്നിറങ്ങണം. ഇന്ന് വൈകുന്നേരം ആകുമ്പോഴേക്കും റീൽസ് അപ്ലോഡ് ചെയ്യും. ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. എല്ലാവരും നോക്കി. ഓക്കെ. ഹലോ, ഞാൻ വീട്ടിലെത്തി, റെഡിയായി, ഫ്രഷായി. 2-3 റീൽസൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ എഡിറ്റ് ചെയ്തു. 2 ദിവസത്തിൻ്റെ ഉള്ളിൽ ഈ വീഡിയോ എന്തായാലും അപ്ലോഡ് ചെയ്യും. ഞാൻ കുറച്ച് നല്ല പണി ഉണ്ടായിരുന്നു, കുറച്ചൊന്നുമല്ല. അവിടെ കേസ് സ്റ്റഡീൻ്റെ സ്ഥലത്തെത്തി, സങ്കല്പിലെത്തി കഴിഞ്ഞതിന് ശേഷം എലവേഷൻ സെക്ഷൻ പ്ലാനായിരുന്നു നമ്മുടെ ഗ്രൂപ്പിന് കിട്ടിയിരുന്നത്. നല്ല പണി ഉണ്ടായിരുന്നു. ഞങ്ങളുടെ കഴിഞ്ഞിട്ടില്ല, ബാക്കി 2 ഗ്രൂപ്പിൻ്റെ, ഒരു ഗ്രൂപ്പിൻ്റെ എന്തായാലും കംപ്ലീറ്റ് കഴിഞ്ഞിട്ടുണ്ട് വർക്ക്സ്. വേറൊരു ഗ്രൂപ്പിൻ്റെ കഴിഞ്ഞു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം, ഞാൻ അങ്ങനെ കേട്ടത്. നമ്മുടെ ഗ്രൂപ്പിൻ്റെ എന്തായാലും കംപ്ലീറ്റ്ലി കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. മാക്സിമം നമ്മൾ ഡാറ്റാസ് കളക്ട് ചെയ്യാൻ ശ്രമിച്ചു. ഞാൻ ഫ്രണ്ട്സിൻ്റെ ഒപ്പം പോയിട്ട് ആദ്യമായിട്ടാണ് പുറത്ത് പോയിട്ടൊരു വ്ളോഗ് എടുക്കുന്നത്. എങ്ങനെ ഉണ്ടെന്ന് എന്തായാലും മസ്റ്റായിട്ട് കമൻറ്റ് ചെയ്യുക. ഫസ്റ്റ് ടൈമാണ്, കുറേ പോരായ്മകളുണ്ട്. ഞാൻ വീഡിയോ റിപ്പീറ്റഡായിട്ട് വാച്ച് ചെയ്തപ്പോഴേക്ക് മനസ്സിലായത് ആൻഡ് സോ റിപ്പീറ്റഡ് വേർഡ്സ് കുറേ യൂസ് ചെയ്യുന്നുണ്ട്. നമുക്ക് മാറ്റിയെടുക്കാം, ഫസ്റ്റ് ടൈം അല്ല. ഇക്കെന്നെ ചടച്ച് ഞാൻ കുറേ റിപ്പീറ്റഡായിട്ട് അത് കേൾക്കുമ്പോൾ. നിങ്ങളത് നോട്ടീസ് ചെയ്തോന്ന് എനിക്കറിയില്ല. ഇനിയുള്ള വീഡിയോസിൽ അതൊന്നും ഉണ്ടാവാതിരിക്കാൻ ശ്രമിക്കാം. പറ്റണത്ര ഞാൻ മാക്സിമം വീഡിയോസ് എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. എനിക്ക് വീഡിയോസ് എടുക്കാൻ പറ്റാത്ത സ്ഥലം എന്ന് പറഞ്ഞാൽ കേസ് സ്റ്റഡി ചെയ്ത സ്ഥലത്താണ്. എന്നാലും ഞാൻ വീഡിയോയിലൂടെ എങ്ങനെയാണ് അവിടുത്തെ അവസ്ഥ എന്ന് കൺവേ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. സോ ഗൈസ്, ഇത്രയുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ലാസ്റ്റ് ഒരു കാര്യം കൂടിയും പറയാം, ഫ്രണ്ട്സും ടീച്ചേഴ്സും നല്ല സപ്പോർട്ടായിരുന്നു റീലെടുക്കാൻ. സെയിം നമ്മൾ ഹൈദരാബാദ് പോയതിൻ്റെ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അന്ന് എനിക്ക് കുറച്ച് പനിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു സ്റ്റാർട്ടിങ്ങിൽ. സോ ഞാൻ വ്ളോഗും കാര്യങ്ങളൊന്നും എടുത്തിരുന്നില്ല. അതിൻ്റെ റീലും എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലുണ്ട്, ഒന്ന് ചെക്കൗട്ട് ചെയ്യുക. ഫണ്ണാണ്, ഒരിക്കലും മറക്കില്ല ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും. മേക്കിംഗ് മെമ്മറീസ്, ഫ്രണ്ട്സിൻ്റെ ഒക്കെ ഒപ്പം ട്രിപ്പ് പോവുക, അടിച്ചു പൊളിക്കുക ആൻഡ് മെമ്മറീസ് ഉണ്ടാക്കുക ഗൈസ്. സോ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ, അടുത്ത വീഡിയോയിൽ കാണാം.